നമസ്കാരം. പൃഥ്വിരാജിനും ജയൻ ചേർത്തലയും അടക്കമുള്ള താരങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ ശാന്തിവിള ദിനേശ്. മലയാള സിനിമാ ലോകത്ത് നിർമ്മാതാക്കൾ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഞാൻ വളരെ ബഹുമാനത്തോടെ കണ്ട ഒരു യുവ നടനുണ്ടായിരുന്നു. അവസാനം ഞാൻ അറിയുന്നത് അയാളുടെ ഭാര്യ ആദ്യം കഥ കേട്ടതിന് ശേഷമാണ് അയാൾ ഡേറ്റ് കൊടുക്കുന്നതെന്നാണ്. മലയാള സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇതെന്നും അദ്ദേഹം പറയുന്നു. ആന്റണി പെരുമ്പാവൂർ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്ന ആളായിരുന്നില്ല. എല്ലാത്തിലും മിതത്വം പാലിച്ച് വ്യക്തമായിരുന്ന അദ്ദേഹം കമ്മിറ്റി ഏകകണ്ഠമായി എടുത്ത ഒരു തീരുമാനത്തിനെതിരെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പ് എഴുതുമെന്ന് ഞാൻ കരുതുന്നില്ല. ആന്റണിക്ക് കുറിക്കാൻ അറിയില്ല എന്ന് പറയുന്നതിന് എൻ്റെ പേരിൽ കേസ് കൊടുത്താലും പ്രശ്നമില്ല എന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു. അതായത് അദ്ദേഹത്തിന് ആ വരിയൊന്നും എഴുതാൻ അറിയില്ല. അയാൾക്ക് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം. ഇത് ആരോ എഴുതി കൊടുത്തതാണ്. മോഹൻലാലിൻ്റെയും ആന്റണിയുടെയും ഒക്കെ കൂലി എഴുത്ത് നടത്തുന്ന എനിക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു ഭാനുപ്രകാശ് ഉണ്ട്. അതുപോലെ ഏതോ ഒരു ഭാനുപ്രകാശാണ് ഇത് എഴുതി കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ശാന്തിവിള ദിനേശ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതായി അറിഞ്ഞു. പിൻവലിച്ചെങ്കിലും വളരെ നല്ല കാര്യമെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു. ഫ്രെയിം ടു ഫ്രെയിം എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്നാണ് പൃഥ്വിരാജിന്റെ പേരെടുത്ത് പറയാതെയുള്ള ശാന്തിവിള ദിനേശിന്റെ വിമർശനം. ചിലർ ആന്റണിയോട് പറയും പിൻവലിക്കല്ലേ അണ്ണ എന്ന്, ഓക്കെ അല്ലേ അണ്ണ എന്ന് ചോദിച്ച ആ ഒരുത്തനുണ്ടല്ലോ, വിദേശത്തൊക്കെ പോയി പഠിച്ചവനാണെങ്കിലും ഞാൻ പൊട്ടനാണെന്നേ പറയുകയുള്ളൂ. ഇത്തരം പൊട്ടന്മാരാണ് ആന്റണിയെ ഇട്ട് വഴിതെറ്റിക്കുന്നത്. ഓക്കെ അല്ലേ അണ്ണ എന്ന് ചോദിക്കുമ്പോൾ ആന്റണി പറയണമായിരുന്നു, എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്, നീ ഓരോന്നും പറഞ്ഞ് എന്നെ ചാടിക്കരുതെന്ന്. മോഹൻലാൽ നിർമ്മിക്കുന്ന സിനിമ സംവിധാനം ചെയ്യാൻ തന്നുവെന്ന് വിചാരിച്ച് ഈ പടം, അതായത് പൃഥ്വിരാജ് ചെയ്യുന്ന പടം പൊട്ടിയാൽ ഇതൊക്കെ തട്ടിയിട്ട് ഇവൻ വേറെ പോകും. സിനിമക്കാർ അങ്ങനെയാണല്ലോ, അവൻ്റെ കാര്യം നോക്കാൻ നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ 3 വെള്ളിയാഴ്ചയാകാത്ത ജയൻ ചേർത്തലമാരൊക്കെ അർമാദിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലനിൽക്കുന്ന അമ്മയുടെ ഔദാര്യത്തിലാണെന്ന് പറയുന്ന ജയൻ ചേർത്തലയൊക്കെ സിനിമ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഒന്ന് നോക്കണം. മലയാള സിനിമയെ മുച്ചിട്ട് മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സിനിമാ സമരം ഉണ്ടാകുകയോ ഉണ്ടാകാതെ ഇരിക്കുകയോ ചെയ്യട്ടെ. സിനിമ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തിയേറ്ററുകൾ അടഞ്ഞുകിടന്നാൽ ക്ഷേമനിധി മുടങ്ങും. ഇപ്പോൾ തന്നെ 3 മാസത്തെ ക്ഷേമനിധി മുടങ്ങിക്കിടക്കുകയാണ്. അതായത് 12,000 രൂപ മുടങ്ങിക്കിടക്കുകയാണ്. മരുന്നിനും മറ്റും മക്കളുടെ മുന്നിലൊക്കെ കൈ നീട്ടാതിരിക്കാൻ പലർക്കും ഈ തുക ഉപകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തിയേറ്റർ അടച്ചിടുകയാണെങ്കിൽ വീണ്ടും ആ തുക മുടങ്ങും. ഈ വിഷയം എങ്ങനെ പരിഹരിക്കാമെന്ന് സർക്കാരോ ചെയർമാനായ മധുപാലോ അന്വേഷിക്കുന്നില്ല. ഒരു സിനിമ എങ്ങനെ എടുക്കണം, ഏത് എടുക്കണം, ഏത് രീതിയിലെടുക്കണം, എപ്പോൾ എടുക്കണം എന്നതിലേക്ക് നിർമ്മാതാക്കളും ടെക്നീഷ്യന്മാരും പോയില്ലെങ്കിൽ നിയന്ത്രണമില്ലാതെ ആ ഒരു അവസ്ഥയിലേക്ക് മലയാള സിനിമ പോകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് റീലോഡ്.